Again, good question. ആരതിപ്പൊടി പാടിയ ഒരു പാട്ട് സോഷ്യൽ മീഡിയയിൽ ഞാൻ കേട്ടു. അപ്പോഴ് ആ കുട്ടിയുടെ വോയിസിന്റെ തിളക്കം ഞാൻ മനസ്സിലാക്കി. അപ്പൊ ഞാൻ മിസ്റ്റർ പ്രശാന്ത് മോഹനോട് പറഞ്ഞു, ഈ കുട്ടിയെ ഒന്ന് പിക്ക് ചെയ്താലോ ചോദിച്ചു. ആരതിപ്പൊടി പാട്ടൊന്നും പാടിയിട്ടില്ല. എനിക്കങ്ങനെ ഒരു ട്രെൻഡ് ഇല്ല. ഹൈ ലെവലിൽ നിൽക്കുന്നവരെ മാത്രം കൺസിഡർ ചെയ്യണമെന്നുള്ളൊരു ഇതില്ല. എനിക്ക് അങ്ങനെ ഒരു കാര്യമില്ല. ആർക്ക് ഒരു ടാലന്റ് ഉണ്ട്, അത് പുതിയതായിട്ട് പഴയതായ ടാലന്റാണ് യൂസ് ചെയ്യുന്നത്. So she has a talent, very good talent, more than I expected. She did very well. And അത് നല്ല മനോഹരമായി ആ ഹേമന്തിൻ്റെയും നയന പ്രസാദിൻ്റെയും സീനില് നല്ലതുപോലെ ഭംഗിയായിട്ട് മാച്ച് ചെയ്യും. സോ അതുകൊണ്ടാണ് പിക്ക് ചെയ്തത്. അതാണ് അതിൻ്റെ ആൻസർ. ഇല്ല, ഞാൻ ഈ റാൻഡമായി ചെക്ക് ചെയ്തപ്പോൾ കണ്ടത്. കാണാൻ വരുന്ന പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? കാണാൻ വരുന്ന പ്രേക്ഷകരോട് നിങ്ങൾ ഡിസപ്പോയിന്റഡ് ആകില്ല എന്നാണ് പറയുന്നത്. കാരണം വ്യത്യസ്തമായ മൂവി എന്ന് പറഞ്ഞില്ലേ, ഇത് നിങ്ങൾ സാധാരണ കാണുന്ന ഒരു തരത്തിലല്ല ഇതിന്റെ ഫ്ലോ. അത് തന്നെ അതുകൊണ്ട് ബോറടിക്കില്ല. കണ്ടിന്യൂസ് ആയിട്ട് കണ്ട് ലാസ്റ്റ് സെക്കൻഡ് വരെ നിങ്ങൾക്ക് ക്യൂരിയോസിറ്റി ഉണ്ടാവും ഇത് കാണണമെന്ന്. അപ്പൊ അതേ രീതിയിലാണ് അത് ചിത്രീകരിച്ചിരിക്കുന്നതിന്റെ ഫ്ലോ. എന്നാൽ പോലും എല്ലാ പ്രേക്ഷകർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല. എന്നാൽ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്നതാണ് എൻ്റെ വിശ്വാസം. അവരെന്തിഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഞാൻ കൺസിഡർ ചെയ്യുന്നത്. അവരുടെ ഇഷ്ടമാണ്. പ്രേക്ഷകർ ഇല്ലെങ്കിൽ ഞങ്ങളില്ല. ഞങ്ങളില്ലെങ്കിലും പ്രേക്ഷകരുണ്ട്. കാരണം അവർ വേറെ ആരെങ്കിലും ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നെങ്കിലും. അതുകൊണ്ട് പ്രേക്ഷകരാണ്, അവർ ടാലന്റഡ് ആണ്. ഈ പ്രേക്ഷകർ ആസ്വദിക്കാനുള്ള ഒരു ടാലന്റ് എന്ന് പറയുന്നത് അരിസോണൽ ബാസ്റ്റ്. ഞങ്ങൾ അഭിനയിക്കുന്നത് മാത്രമല്ല, അവർ ആസ്വദിക്കണം. ആസ്വാദന കല എന്ന് പറയുന്നത് അവർക്ക് ഒരുപാട് കലയുള്ളവരാണ്. അതുകൊണ്ടാണ്. സോ ദേ ആർ മോർ ഇമ്പോർട്ടന്റ് ദാൻ us. അവർ ഞങ്ങളെക്കാൾ പ്രധാനമുള്ളവരാണ്.